പാലിയോട്ട് ചാനലിലെ ട്രൂലൈറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പാരൻസിന് വേണ്ടി സംഘടിപ്പിക്കുന്ന ഈ കുക്കറി ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് വളരെ ഇഷ്ടം തോന്നുന്ന, വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വെണ്ടക്ക വെച്ചുകൊണ്ടുള്ള ഒരു വെണ്ടക്ക ഫ്രൈ. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്? ആദ്യമായി വെണ്ടയ്ക്ക നന്നായി കഴുകിയ ശേഷം ടിഷ്യൂ പേപ്പറോ ടവലോ കൊണ്ട് നന്നായി തോർത്തി ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. സവാള, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, വെളുത്തുള്ളി, ഉപ്പ്, കുരുമുളക് പൊടി, ഉണക്കമുളക്, പച്ചമുളക്, ഓയിൽ, ലെമൺ ജ്യൂസ്, ആവശ്യത്തിനുള്ള വെള്ളം, പിന്നെ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ ആവശ്യമായ ചെറുനാരങ്ങയും കറിവേപ്പിലയും. ഇനി നമുക്ക് വെണ്ടക്ക ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ബാറ്റർ തയ്യാറാക്കാം. ആദ്യമായി രണ്ട് ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി, വെള്ളം എന്നിവ ചേർത്ത് ഈ മിക്സ് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മൾ വെണ്ടക്ക ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വെണ്ടക്ക ഇതിലേക്ക് ആഡ് ചെയ്യാം. ഫ്രൈ നീളത്തിലരിഞ്ഞ് വെക്കുന്ന സവാള, വെളുത്തുള്ളി, പച്ചമുളക് ഇത് നീളത്തിലരിഞ്ഞ് വെച്ചതാണ്. ഇനി ഈ ബാറ്ററിലേക്ക് നമുക്ക് 2 സ്പൂൺ ചെറുനാരങ്ങ നീര് ആഡ് ചെയ്യാം. നമ്മൾ ഈ വെണ്ടയ്ക്കും സവാളയും വെളുത്തുള്ളിയും കൂടി നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു. അതിലൊരു 20 മിനിറ്റ് നമ്മൾക്കിത് ചെയ്യാൻ പറ്റുന്ന വെജിറ്റബിൾ കൂടിയാണ് വെണ്ടയ്ക്ക. അപ്പോൾ വെണ്ടയ്ക്ക കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഈ വെണ്ടയ്ക്ക ഈ രീതിയിൽ കുക്ക് ചെയ്ത് കൊടുത്താൽ വളരെ ഇൻട്രസ്റ്റായി തോന്നും. അവർ ഡെയിലി വെണ്ടയ്ക്ക ഫ്രൈ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. നമുക്കിനി ഈ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞു. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരട്ടെ. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക നന്നായി ഫ്രൈ ആയി കഴിഞ്ഞു. നമുക്ക് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഈ വെണ്ടയ്ക്ക ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ റെഡിയായി കഴിഞ്ഞു. നമ്മൾ ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഈ ലോക്ക്ഡൗൺ കാലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്കായി വീട്ടിൽ തയ്യാറാക്കാം.